ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ബുക്കാണ്. ആ ബുക്കിന്റെ പേര് ബുക്കല്ല, ശരിക്കും ബുക്കിനെ കുറിച്ച് മാത്രമല്ല, കാൽക്കുലസ് മെയ്ഡ് ഈസി എന്നൊരു ബുക്കാണ്. സിൽവാനസ് പി തോംസണും മാർട്ടിൻ ഗാർഡനറും കൂടി എഴുതിയതാണ്. സിൽവാനസ് പി തോംസൺ 1915 അങ്ങാണ്ട് എഴുതിയ ബുക്കാണ്. അത് മാർട്ടിൻ ഗാർഡനർ 1998 അത് എന്താ പറയുക, അതിൻ്റെ ഒരു പ്രിഫേസും 2-3 ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ കാൽക്കുലസ് മെയ്ഡ് ഈസി എന്നുള്ള ബുക്കിനെ കുറിച്ച് ഒരാളായിട്ട് ചർച്ച നടന്നു. ഇത് എന്തുകൊണ്ട് ഈ ബുക്ക് എവരിബഡി ഷുഡ് ബൈ ഇറ്റ് എന്നുള്ള, എസ്പെഷ്യലി പ്രോഗ്രാമേഴ്സ്. ഓക്കെ, അപ്പൊ ബിഫോർ ഐ സ്റ്റാർട്ട്, ഈ കാൽക്കുലസ് ഹോൾഡ്സ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ മൈ സൈക്കി. അതായത് 1990 ഞാൻ പഠിച്ചത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയാണ്. 1989 ഞാൻ +2 എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് ഞാൻ പഠിച്ചത്. മാത്തമാറ്റിക്സ് ഒരു ഐച്ഛിക വിഷയമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇൻ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവിടെ ഇവിടെയൊക്കെ dy/dx ഒക്കെ കാണുമായിരുന്നെങ്കിലും അത് ഒരു എന്താ പറയുക, dy/dx എന്നുള്ള രീതിയിൽ എടുത്ത്, അങ്ങനെ എടുക്കാൻ പാടില്ല എങ്കിലും അങ്ങനെ എടുത്ത് ഇറ്റ് വാസ് മാനേജബിൾ. അപ്പൊ അങ്ങനെയാണ് പോയത്. അങ്ങനെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാൽക്കുലസ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിലേക്ക് എന്നെ കുറച്ച് ബുക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തു. അതിൽ ഒരു ബുക്കാണ് ഈ ബുക്ക്, ഹയർ മാത്ത് ഫോർ ഇന്നത്തെ എന്താ പറയാ, ഹയർ മാത്ത് ഫോർ ബിഗിനേഴ്സ് എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഇത് പണ്ട് സോവിയറ്റ് യൂണിയൻ പ്രൊപ്പഗാൻഡ മെറ്റീരിയൽ വേൾഡ് വൈഡ് കൊടുക്കുമ്പോൾ അവർ നല്ല മാത്തമാറ്റിക്സ് ബുക്സും കൂടി കൊടുക്കുകയാണ്. ഇതും പിന്നെ പിസ്കനോവിന്റെ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആ ബുക്കുകൾ മാത്രമല്ല, മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിസ്റ്റ്, പിന്നെ ജനാർദ്ദനൻ പിള്ളയുടെ കുറെ സോൾഡ് പ്രോബ്ലംസ്, അങ്ങനെ ട്രയൽ ആൻഡ് എററിൽ വളരെ ഗ്രിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് കാൽക്കുലസ് വശമായതാണ്. ഓക്കെ, സോ ദാറ്റ് ഹാഡ് എ ടെല്ലിംഗ് ഇമ്പാക്ട് ഇൻ മൈ സൈക്കിൾ. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഹാഡ് ഐ ഡിഡിൻ സ്റ്റഡി കാൽക്കുലസ്, എൻ്റെ വാട്ട് വുഡ് ഹാവ് ഐ സീൻ അറൌണ്ട് മീ എന്നുള്ളത് എനിക്കിപ്പോഴും ആലോചിക്കാൻ വയ്യ. അപ്പൊ കാൽക്കുലസ് ഒരു ഗ്രേറ്റ് ഇന്റലക്ച്വൽ ലീപ്പായിരുന്നു. അപ്പൊ ഈ കാൽക്കുലസിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടും ഇപ്പൊ എന്തുകൊണ്ടാണ് കാൽക്കുലസ് അത്ര ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് അല്ലാതായി എന്നുള്ളതിനെ കുറിച്ച് മറ്റേ എന്താ പറയാ, നമ്മുടെ ഈ ഇദ്ദേഹം, നമ്മുടെ മാർട്ടിൻ ഗാർഡനർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാർട്ടിൻ ഗാർഡനർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, today the large part of mathematics has no or very little connection with calculus or its extension എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മാർട്ടിൻ ഗാർഡനർ പറഞ്ഞല്ല, ഇൻ ഹിസ് പോപ്പുലർ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്, ഈവ്സ് എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ ആണ് പറഞ്ഞത്, ടുഡേ ദ ലാർജ് പാർട്ട് ഓഫ് മാത്തമാറ്റിക്സ് ഹാസ് നോ ഓർ ലിറ്റിൽ കണക്ഷൻ വിത്ത് കാൽക്കുലസ് ഓർ ഇറ്റ്സ് എക്സ്റ്റൻഷൻ. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്, വൈ ഈസ് ദിസ് എന്നാണ് മാർട്ടിൻ ഗാർഡനർ എഴുതുന്നത്. വൺ റീസൺ ഈസ് ഓബ്വിയസ്, കമ്പ്യൂട്ടേഴ്സ്. Today's digital computers have become incredibly fast and powerful. Continuous functions which once could be handled only by slow analog machines can now be turned into discrete functions which digital computers handle efficiently with step-by-step algorithms. So, നമുക്കെല്ലാം അറിയാം, വേൾഡ് അനലോഗ് ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇസ് ദ ഡൊമിനന്റ് ഹൈപ്പോത്തസിസ്. വേൾഡ് ഡിജിറ്റൽ ആണെന്നും വേൾഡ് ക്വാണ്ടം ആണെന്നും വേൾഡ് കോൺഷ്യസ്നസ് ആണെന്നും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പോ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഫിസിക്കൽ വേൾഡിനെ നമുക്ക് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിട്ട് മോഡൽ ചെയ്യാന്നുള്ളത് ന്യൂട്ടോണിന്റെ കാലം മുതൽ നമുക്ക് വളരെ പരിചിതമാണ്. അപ്പോ ഈ ഫോർ എവരി കണ്ടിന്യൂസ് മാത്ത് സബ്ജക്ട് ദർ ഇസ് എ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് മാത്ത് ഈക്വലന്റ്. ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഡിഫറൻസ് ഇക്വേഷന് ഓർ കാൽക്കുലസ് ഓഫ് ഫൈനൈറ്റ് ഡിഫറൻസസ് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ, ക്വാഡ്രേച്ചർ, നമുക്ക് സിംസൺസ് മെത്തേഡ്, അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, റുംഗ-കോട്ടെ മെത്തേഡ്, അങ്ങനെ യു നെയിം ഇറ്റ്, മെട്രിക്സ്, ആൾജിബ്രയ്ക്ക് എല്ലാത്തിനും ന്യൂമറിക്കൽ കൗണ്ടർ പാർട്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോ
എന്താ പറയാ, NumPy അല്ലെങ്കിൽ ന്യൂമറിക്കൽ ലൈബ്രറീസ് will actually convert any function into graph very fast. പണ്ടാണെങ്കിൽ കുറെ സമയമൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ calculus is steadily being downgraded to make room for combinatorics. Combinatorics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ permutations, combinations, substitutability, അതായത് സ്മാർട്ട് കൗണ്ടിങ് എന്ന് പറയും. ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡും എഡ്ജസും വെച്ചിട്ട് പ്ലാനർ ഗ്രാഫ്, ഹൈപ്പർ ഗ്രാഫ്, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ടോപ്പോളജി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിയുടെ ഒരു അബ്സ്ട്രാക്ട് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് ടോപ്പോളജി ഈസ് ഇൻട്രൊഡ്യൂസ് ത്രൂ സെറ്റ് തിയറി. നോട്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗാഡിയൻ നോട്ട് എന്ന് പറഞ്ഞ അലക്സാണ്ടറിന്റെ കാലത്തൊക്കെ നമുക്കറിയാം. അതായത് ട്വിസ്റ്റഡ് ആൻഡ് ടോപ്സി ടർവി ഫോർമേഷൻസ് ഓഫ് സ്ട്രിങ് ആണ് നോട്ട്. പിന്നെ ഗ്രൂപ്പ് തിയറി, ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്, അത് അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്ന് പറയാം. മെട്രിക്സ് തിയറി എന്ന് പറയുമ്പോൾ മെട്രിക്സ് ആൾജിബ്ര. നമ്പർ തിയറി, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് raft of other fields in which continuity plays a relatively minor role. അപ്പോൾ ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനലോഗ് സിഗ്നൽ പ്രോസസിംഗിന് പകരം ഇന്ന് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് ആണ്. അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് യു ക്യാൻ ഡു മാത്തമാറ്റിക്കൽ ഓർ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യു ക്യാൻ അപ്ലൈ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പല സർക്യൂട്ടിന്റെയും ലോജിക്ക് മാത്തമാറ്റിക്കലി ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ വെച്ചിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഇസ് ആൾ ഓവർ ദ സീൻ, നോട്ട് ഓൺലി ഇൻ മാത്തമാറ്റിക്സ് ബട്ട് ഓൾസോ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് ഇപ്പോൾ സയന്റിഫിക് റിസർച്ചിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ആക്കം കിട്ടും. ക്വാണ്ടം തിയറി ഈസ് റിഡൽ വിത്ത് ഇറ്റ്. ഈവൻ സ്പേസ് ആൻഡ് ടൈം മേ ടേൺ ഔട്ട് ടു ബി ക്വാണ്ടൈസ്ഡ്. അപ്പോൾ സാമ്പിൾ ചെയ്യോ അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. ഇമേജ്, അതേമാതിരി നമ്പർ, ഇപ്പോൾ ഈവൻ ന്യൂറൽ നെറ്റ്വർക്കിന്റെ വെയിറ്റ്സ് വരെ ക്വാണ്ടൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റോറിയുടെ. Evolution operates by discrete mutation leaps. Television is on the verge of replacing continuous analog. ഈ ബുക്ക് എഴുതുന്ന കാലത്ത് 1998 അനലോഗ് ട്രാൻസ്മിഷൻ ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഡിജിറ്റൽ ട്രാൻസ്മിഷനായി മാറി കഴിഞ്ഞു. The most accurate way to preserve a painting or symphony is by converting it into discrete numbers which last forever without deteriorating. നിങ്ങൾക്കറിയാലോ, പഴയ ടേപ്പും ഈ ഇപ്പൊ ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ലോസ് ഇല്ലാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ നൈക്വിസ്റ്റ് ലിമിറ്റ്, ഷാനൺസ് ഇൻഫർമേഷൻ തിയറി, എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇൻ എ നട്ട്ഷെൽ കാൽക്കുലസിന് ഈ എന്താ പറയുക പ്രായോഗിക തലത്തിൽ പണ്ടുണ്ടായിരുന്ന അത്രയും പ്രസക്തി ഇന്നില്ല എന്നാണ് ഈ പുസ്തകത്തിന്റെ, അതായത് ഈ കാൽക്കുലസ് മെയ്ഡ് ഈസിയുടെ ഇൻട്രൊഡക്ഷൻ 1998 ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ എന്താ പറയുക മാർട്ടിൻ ഗാർഡനർ എഴുതുന്നത്. പക്ഷേ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ കാൽക്കുലസ് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താ പറയാ ഒരു കുറെ മാസ്റ്റർ മാത്ത് കാൽക്കുലസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഈ ബുക്ക് എന്താ പറയാ ഡെബ്ര ആനി റോസിന്റെ ആണ്. ഇതൊരു 4 ബുക്കാണ്. അതായത് ഇഫ് യു അതിൽ പ്രീ കാൽക്കുലസ് ഉണ്ട്, ആൾജിബ്ര ഉണ്ട്, അരിത്തമാറ്റിക്, അങ്ങനെ 4 മാസ്റ്റർ ക്ലാസ്സിന്റെ 4 ബുക്കാണ്. ഇത് 4ാമത്തെ ബുക്കാണ്. അപ്പൊ ഇതില് അത്യാവശ്യം ക്വൈറ്റ് ബിറ്റ് ഓഫ് വെക്ടർ കാൽക്കുലസ് ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് എന്താ പറയാ ഒരു സ്റ്റഡി ഓഫ് ഫങ്ഷൻസ് എന്ന് പറയും. അപ്പൊ ഫങ്ഷൻസ് തന്നെ 4 വിധമാണുള്ളത്. സ്കെയിലർ വേരിയബിൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് സ്കെയിലർ വേരിയബിൾ ഔട്ട്, y = f(x) ഫോം ഉള്ള ഫംഗ്ഷൻ. ഓക്കെ, അതാണ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ എന്ന് പറയും. അപ്പൊ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഇൻപുട്ട് ഒരു വെക്ടറാണ്, അതായത് ഔട്ട്പുട്ട് ഒരു സ്കെയിലറാണ്. y = f(x1, x2) .xn എന്ന് പറഞ്ഞ ഇത് തന്നെ. ഇനി മൂന്നാമത്തെ ഒരു എന്താ പറയാ ഫംഗ്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻപുട്ടും വെക്ടറാണ്, ഔട്ട്പുട്ടും വെക്ടറാണ്. നാലാമത്തത് ഇൻപുട്ട് സ്കെയിലറാണ്, പാരാമെട്രിക് ഈക്വേഷൻ എന്ന് പറയും, ഔട്ട്പുട്ട് വെക്ടറാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ പഠിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് വെക്ടറാണ്, ഔട്ട്പുട്ട് സ്കെയിലറാണ്, ഇൻപുട്ട് വെക്ടറാണ്, ഔട്ട്പുട്ട് വെക്ടറാണ്. നമ്മൾ വെക്ടർ കാൽക്കുലസ് എന്നുള്ള സബ്ജക്റ്റിന്റെ കീഴിലാണ് പൊതുവെ പഠിക്കുന്നത്. ഈവൻ പാരാമെട്രിക് ഫങ്ഷൻസും നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഈ നോൺ പാരാമെട്രൈസ്ഡ് ഫോമില് നമുക്ക് വേണമെങ്കിൽ വെക്ടർ ആക്കിയിട്ട്
അതും അനാലിസിസ് നടത്താൻ പറ്റും. അപ്പോൾ y ഈക്വൽ ടു fx ആണ് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ്. അപ്പോൾ എന്താണ് കാൽക്കുലസ് പൊതുവെ പഠിക്കുന്നത്? അപ്പൊ നമ്മൾ അനലിറ്റിക്കലി പറയുകയാണെങ്കിൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. കാൽക്കുലസ് ഇസ് ദ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോമെട്രി, അറ്റ്ലീസ്റ്റ് ലോവർ ഡയമെൻഷണൽ ജോമെട്രിയിലാണെങ്കിൽ ഒരു കർവിന്റെയോ ഒരു കർവിന്റെ സ്ലോപ്പോ ഒരു സർഫസിന്റെ ടാൻജന്റ് പ്ലെയിൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസമാണ് ഡിഫറൻഷിയേഷൻ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആന്റി ഡെറിവേറ്റീവ് ആണ് ഇന്റഗ്രൽ. അതായത് ഇന്റഗ്രലും ഡെറിവേറ്റീവും ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണെന്നുള്ളതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ even if okay, you have got a computer to Mathematica, നമ്മുടെ മാത്ത് ലാബ്, ഒക്ടേവ്, അങ്ങനത്തെ പാക്കേജസ് നല്ല സപ്പോർട്ട് ഫോർ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒക്കെ they will do എന്താ പറയാ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ. പക്ഷെ മാത്തമാറ്റിക്കും പൈത്തണും സിംബോളിക് കാൽക്കുലസും പോസിബിൾ ആണ്. അതായത് ഇപ്പൊ y ഈക്വൽ ടു x സ്ക്വയർ എന്നുള്ളതിനെ ന്യൂമറിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അനലിറ്റിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സിംപൈ എന്നുള്ള പൈത്തൺ പാക്കേജിന് പറ്റും. അപ്പോ ഈ ഇപ്പൊ മെയിൻ അപ്ലിക്കേഷൻ ഇപ്പൊ കാൽക്കുലസിന്റെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഈ ഇപ്പൊ ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ അതിൽ പക്ഷെ കാൽക്കുലസ് അധികം ഞാൻ എവിടെയും കണ്ടില്ല. പക്ഷെ റഫ്ലി ദ സെയിം ടൈം ആണ് 1687 മുമ്പ് കാൽക്കുലസ് കണ്ടുപിടിക്കപ്പെട്ടാണ് പറയണേ. ന്യൂട്ടൺ ന്യൂ കാൽക്കുലസ്, ബട്ട് ഞാൻ എൻ്റെ ലാറ്റിൻ ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എൻ്റെ ഇരിപ്പുണ്ട്, ഫിലോസഫി നാച്ചുറലിസ്റ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അതില് ഫ്ലക്ഷൻസിനെ കുറിച്ചൊന്നും പറയുന്നതായിട്ടോ ലെബനിറ്റ്സ്, നമ്മളിപ്പോ കാൽക്കുലസിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ലെബനിറ്റ്സ് ഉണ്ടാക്കിയ നൊട്ടേഷനാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഇതിനൊക്കെ 200 കൊല്ലം മുമ്പ് കാൽക്കുലസിന്റെ മേജർ ഐഡിയാസ് വാസ് വർക്ക്ഡ് ഔട്ട് ഇൻ ഇരിഞ്ഞാലക്കുട ബൈ എന്താ പറയുക കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. അപ്പൊ അതില് നീലകണ്ഠ സോമയാജി എന്ന് പറഞ്ഞ പുള്ളി തന്ത്രസംഗ്രഹം അങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോ അതില് ഈ ന്യൂട്ടണോ ലെബനിറ്റ്സോ ഉപയോഗിച്ച മെത്തേഡല്ല, റേഡിയൻ മെഷറും പിന്നെ എന്താ പറയുക ന്യൂമറിക്കൽ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഫോർമൽ കാൽക്കുലസ്, ഇപ്പോൾ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് ഓർ ഇൻഫിനിറ്റിസിമൽ കാൽക്കുലസ് ന്യൂട്ടൺ ആണോ ലെബനിറ്റ്സ് ആണോ ആദ്യം കണ്ടുപിടിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാൽക്കുലസിന്റെ 1-2 അപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ഉപസംഹരിക്കാം. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമ ആൻഡ് മിനിമ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ വൺ ഓഫ് ദി ഈസിയസ്റ്റ്. അപ്പോൾ അതിന് 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് മാക്സിമം ആൻഡ് മിനിമം വെച്ചിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് കാൽക്കുലസ് വെച്ചിട്ട് മാക്സിമം ആൻഡ് മിനിമ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് ലോക്കൽ മിനിമയാണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് ലോക്കൽ മാക്സിമയാണ്. ഇനിയിപ്പോ അത് 0 വരെയാണെങ്കിൽ സാഡിൽ പോയിന്റ് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ പോസിറ്റീവ് ആണോ. അപ്പോൾ സാഡിൽ പോയിന്റ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് ഇങ്ങനെ എന്താ പറയുക, ഒരു ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പ്ലാറ്റ് ചെയ്തിട്ട് പൊങ്ങിപ്പോകുന്നത് കാണാം. അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ് സൈഡ് ചെയ്ത് ഇപ്പൊ 2D പറയുന്നത്. അപ്പോൾ 3D നമുക്കത് കാണാൻ പറ്റും, പക്ഷെ അതിന് മുകളിലുള്ളത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നെസസറി കണ്ടീഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം, അത് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് സഫിഷ്യൻ കണ്ടീഷൻ. ഇപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമം, നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമം, അല്ലെങ്കിൽ 0 ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആണ്. അപ്പോ ഇതാണ് സിംഗിൾ വേരിയബിൾ കാൽക്കുലസിന്റെ കേസ്. പക്ഷെ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് വരുമ്പോൾ
നമുക്ക് കുറച്ച് മെട്രിക്സ് ആൾജിബ്രയുടെ സഹായമൊക്കെ വേണ്ടി വരും. നമ്മൾ ഗ്രേഡിയന്റ് എന്താണ്, ജക്കോബിയൻ എന്താണ്, ഹെസ്സിയൻ എന്താണെന്നുള്ളതൊക്കെ പഠിക്കേണ്ടി വരും. ബട്ട് മോർ ഓർ ലെസ് ദ സെയിം ഐഡിയ സെയിം തന്നെയാണ്. അതായത് ഒരു നെസസറി കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം, 0 ആയിട്ട് നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റണം, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ ശരിക്കും ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ജക്കോബിയൻ മെട്രിക്സ്. അപ്പൊ ഗ്രേഡിയന്റ് എന്താണ്, ജക്കോബിയൻ എന്താണ്, ഹെസ്സിയൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പോ ഈ ഗ്രേഡിയന്റും ജക്കോബിയനും ഹെസ്സിയനും പഠിച്ചാലാണ് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിൽ കാൽക്കുലസ് എങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ ഉപയോഗിക്കാൻ വേണ്ടി അതിന്റെ ഇൻട്യൂഷൻ കിട്ടും. അപ്പൊ ബട്ട് നോബഡി വിൽ ആക്ച്വലി ഡു എന്താ പറയാ അനലിറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ, symbolic computation to do maxima and minima, to write an optimization. Numerical optimization എന്നൊരു സബ്ജക്ട് വളരെ ഇവോൾവ് ആണ്. നേരത്തെ പറഞ്ഞ വരി കണ്ടിന്യൂസ് മാത്തമാറ്റിക്സ് എന്ന് ഡിസ്ക്രീറ്റ് ഡൊമൈനിലോട്ട് അത് കൊണ്ടുപോയി എന്താ പറയാ ഈ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ ഒരു കാര്യം ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ഗുണം എന്താന്ന് വെച്ചാല് അതായത് 2D ഒരു പാരബോള ആയിരിക്കും, പാരബോളിക് കർവ് ആയിരിക്കും. 3D ചെല്ലുമ്പോൾ അതായത് രണ്ട് വേരിയബിള് സിംഗിൾ വേരിയബിൾ കാൽക്കുലസിൽ അതൊരു പാരബോളിക് കർവ് ആയിരിക്കും, യുണീക്ക് മിനിമം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മറ്റേതിലാണെങ്കിൽ അതായത് ഈ കോൺവെക്സ്, അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ലോക്കൽ മാക്സിമം ലോക്കൽ മാക്സിമം ഈസിക്കൽ ടു ഗ്ലോബൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഈസിക്കൽ ടു ലോക്കൽ ഇതുണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർ റിഗ്രഷൻ ഒക്കെ കാണുമ്പോൾ എറർ ഫംഗ്ഷൻസ് നമ്മൾ ക്വാഡ്രാറ്റിക് ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ റെഗുലറൈസേഷൻ അങ്ങനെയൊക്കെ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ L1 L2 പെനാൽറ്റി ഒക്കെ വെച്ചിട്ടാണ് ലെസോ റിഗ്രഷൻ അങ്ങനത്തെ പല കാര്യങ്ങളും കാണുന്നത്. അപ്പൊ ബേസിക്കലി ലീനിയർ റിഗ്രഷന്റെ കേസിൽ എറർ ഫംഗ്ഷൻ നമ്മൾ ക്വാഡ്രാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പക്ഷേ ഈ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം മറ്റേ എന്താ പറയാ ഈ സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മൾട്ടി വേരിയബിൾ അല്ലെങ്കിൽ ഇപ്പൊ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അപ്പോ അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പോ മെട്രിസസ് ഈ എന്താ പറയുക സ്ക്വയർ മെട്രിസസ് അല്ല എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോ ആൻഡ് നമ്പർ ഓഫ് കോളം ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് A ട്രാൻസ്പോസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ലാർജ് മെട്രിസസ് ഇപ്പൊ ഒരു 50 കോളവും 3000 റോ ഉണ്ടെങ്കിൽ അത് 3000 into 3000 മെട്രിക്സ് ആവും. അപ്പൊ അത് ഹ്യൂജ് മെട്രിക്സ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് ഐട്രേറ്റീവ് മെത്തേഡ്, ഗ്രേഡിയന്റ് ഡിസെൻഡ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് അവിടെ ന്യൂമറിക്കൽ കമ്പ്യൂട്ടിംഗ് വെച്ചിട്ടാണ് ആ ഗ്രേഡിയന്റ് ഐട്രേറ്റീവിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു അപ്രീഷിയേറ്റ് ഹൗ ടു കാൽക്കുലേറ്റ് ഹൗ ഗ്രേഡിയന്റ് ഡിസെൻഡ് വർക്ക്സ്, ഇനി ഈവൻ ബാക്ക് പ്രൊപ്പഗേഷൻ ഇൻ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക്സ്, നിങ്ങൾക്ക് കാൽക്കുലസിന്റെ സിംഗിൾ വേരിയബിൾ കാൽക്കുലസിന്റെയും മൾട്ടി വേരിയബിൾ കാൽക്കുലസിന്റെയും മാക്സിമം ആൻഡ് മിനിമ അറിയണം. പിന്നെ ഈ എന്താ പറയാ ഡെറിവേറ്റീവ് വെച്ച് മാത്രമല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, നമുക്ക് ഇന്റഗ്രലും വെച്ചിട്ട് ഇന്റഗ്രൽ ഈക്വേഷൻസ് വെച്ചിട്ട് അതിന്റെയും ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. പക്ഷെ പൊതുവെ കാൽക്കുലസ് ബേസ്ഡ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഫ്രീ മെത്തേഡും ഉണ്ട്. പക്ഷെ ഈ മാക്സിമം ആൻഡ് മിനിമ 2D കേസിലും ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിളിന്റെ കേസിലും യൂസിങ് മെട്രിക്സ് ആൾജിബ്ര പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ വരുമ്പോൾ ഈ എന്താ പറയാ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെട്രിക്സസ് വെച്ചിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ എവിടെയൊക്കെ മൂവ്മെന്റ് ഉണ്ടോ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച്, അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സുവാറ്റ് ആണ്. സുവാറ്റ് ഇക്വേഷൻ എന്ന് പറയും ഫിസിക്സിന്റെ. അതായത് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി അല്ല ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ആക്സലറേഷൻ. അല്ലെങ്കിൽ മറ്റേ ഡിസ്പ്ലേസ്മെന്റ് ട്വൈസ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. v = u + at അങ്ങനെ കുറെ, അങ്ങനെയാണ് സുവാറ്റ് ഇക്വേഷൻ. അതൊരു
ഗുഡ് എക്സാമ്പിൾ ആണ്. പിന്നെ ടാൻജന്റ് ലൈൻ വരയ്ക്കുക ഓഫ് എ കർവ് ഓർ ടാൻജന്റ് പ്ലെയിൻ ഫോർ എ സർഫസ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉപയോഗിക്കാം. പിന്നെ ഏരിയ അണ്ടർ കർവ്, ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമുക്ക് ഇന്റഗ്രൽ വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി, ഡെൻസിറ്റി ഫംഗ്ഷൻ, മാസ് ഫംഗ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്ക് സിഗ്മ അല്ലെങ്കിൽ നമ്മൾ സമ്മേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രൽ വെച്ചിട്ടാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റിയുടെ കേസിൽ. അപ്പൊ ഏരിയ അണ്ടർ കർവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രലിനെ കാണാം. പിന്നെ ഓപ്റ്റിമൈസേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ പീറ്റർ നോർവിഗ് ഫേമസ്ലി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, യു ഡോണ്ട് ഹാവ് ടു ലേൺ ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് കാൽക്കുലസ് ടു ലേൺ അബൌട്ട് ഓപ്റ്റിമൈസേഷൻ. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ആക്ച്വലി 1, എക്സ് സ്ക്വയർ ഈസ് 2x, okay, then you can squeak through എന്നാണ് പറയുന്നത്. That is far from the truth. പക്ഷേ if you want to have an intuitive introduction to calculus, definitely this book will be very useful. Calculus Made Easy by എന്താ പറയുക, സിൽവാനസ് പി തോംസൺ ആൻഡ് മാർട്ടിൻ ഗാർഡനർ. ഇനി വേറെയും ഇപ്പോൾ കാൽക്കുലസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ UK വാങ്ങിച്ചൊരു ബുക്കാണ്, മറ്റേ ഓക്സ്ഫോർഡ് ഹൗ ടു തിങ്ക് എന്താ പറയാ അബൌട്ട് അനാലിസിസ് എന്നുള്ള ബുക്കുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ഫോമിൽ, ഇപ്പോൾ ഈ അഡ്വാൻസ് കാൽക്കുലസിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് അനാലിസിസ് എന്ന് പറയുന്നത്. But this book assumes that, okay, you understand limit, continuity, derivative, integral, at least Riemannian integral അറിയണം. അപ്പൊ ഈ ഇന്റഗ്രൽ തന്നെ Riemannian integral ഉണ്ട്, Lebesgue integral ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോ ഇഫ് യു വാണ്ട് ടു ഡു സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് യു ഷുഡ് ലേൺ ഈറ്റോസ് ലെമ്മ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ people will say that, okay, nowadays you have got computers, okay, why should you learn calculus? അത് ഒരു പുസ്തകം എടുത്ത് നിങ്ങൾക്ക് ഫെയ്ൻമാൻസ് ലെക്ചേഴ്സ് ഓൺ ഫിസിക്സ് വായിക്കണം. ഓക്കെ, ഇഫ് യു വാണ്ട് ടു റിയലി അപ്രീഷിയേറ്റ് യു ഷുഡ് ആക്ച്വലി ലേൺ എ ലോട്ട് ഓഫ് കാൽക്കുലസ്. ഇനിയിപ്പോ ഇവിടെ if you want to use mathematical